എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ ചെയ്യുക, അല്ലെങ്കിൽ റേഷൻ വിഹിതം ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ നഷ്ടമാകും. മാർച്ച് 31 മുമ്പ് KYC നടപടികൾ പൂർത്തീകരിക്കണം എന്ന് ഭക്ഷ്യ കമ്മീഷണറുടെ അറിയിപ്പ് വന്നിട്ടുണ്ട്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ളവർ മാത്രമല്ല, പുതുതായി 1.5 ലക്ഷത്തോളം ആളുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു. അവരും ചെയ്യണം. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ്, അതായത് AAY, PHH ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കളുടെ KYC പൂർത്തീകരിക്കുന്നതിനായി കേന്ദ്രം അനുവദിച്ച സമയപരിധി മാർച്ച് 31 അവസാനിക്കും. KYC പൂർത്തിയാക്കാത്തവരുടെ റേഷൻ വിഹിതം പൂർണ്ണമായും നഷ്ടപ്പെടും. ഇനിയും പൂർത്തിയാക്കാത്ത ആളുകൾ റേഷൻ കട അല്ലെങ്കിൽ താലൂക്ക് ഓഫീസ് മുഖാന്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം എന്ന് പൊതുവിതരണ ഉപഭോക്തൃ കാര്യ കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. KYC ചെയ്യാത്ത ആളുകളുടെ റേഷൻ മുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും അത് ചെയ്തിട്ടില്ല എങ്കിൽ മാർച്ച് 31 അവസാന തീയതി. അത് ചെയ്തിട്ടില്ലെങ്കിൽ റേഷൻ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പുതിയ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അവർക്ക് കഴിഞ്ഞ മാസമാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് എത്തിയത്. പുതുതായി BPL റേഷൻ കാർഡ് ലഭിച്ചിട്ടുള്ള കാർഡിലെ എല്ലാ അംഗങ്ങളും റേഷൻ കടയിലെത്തിയോ അല്ലെങ്കിൽ സപ്ലൈ ഓഫീസിലെത്തിയോ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ മുതലാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചത്. ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന മൊത്തം അരിയിൽ ലഭിക്കുന്ന അരി വിഹിതങ്ങളുടെ തോതും അറിഞ്ഞിട്ടുണ്ട്. വിവിധ താലൂക്കുകളിൽ വ്യത്യാസം ഉണ്ടാകാം, എങ്കിലും നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു താലൂക്കിലെ അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ താലൂക്കിൽ മഞ്ഞ റേഷൻ കാർഡിന് മൊത്തം ലഭിക്കുന്ന 30 കിലോ അരിയിൽ 20 കിലോ പുഴുങ്ങലരിയും 10 കിലോ പച്ചരിയുമാണ്. 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ട 7 രൂപക്കും ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. പഞ്ചസാര 27 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. പിങ്ക് റേഷൻ കാർഡിന് ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത്. ഇത് ഈ താലൂക്കിൽ 3 കിലോ പുഴുങ്ങലരിയും 1 കിലോ പച്ചരിയുമാണ് ലഭിക്കുന്നത്. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ട നൽകും. കാർഡിൽ 3 അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക, ഗോതമ്പ് ലഭിക്കില്ല. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടക്ക് 9 രൂപ വീതം നൽകണം. നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരിയും സ്പെഷ്യൽ അരിയും കൊണ്ട് 3 കിലോ അരിയുമാണുള്ളത്. ഇത് ഈ താലൂക്കിൽ 1 കിലോ പുഴുങ്ങലരിയും 1 കിലോ പച്ചരിയുമാണ് റേഷൻ കാർഡിലെ വിഹിതം ലഭിക്കുന്നത്. കൂടാതെ 3 കിലോ സ്പെഷ്യൽ അരി പുഴുങ്ങലരിയായി ലഭിക്കും. വെള്ള റേഷൻ കാർഡിന് മൊത്തം ലഭിക്കുന്ന 6 കിലോ അരിയിൽ 3 കിലോ പുഴുങ്ങലരിയും 3 കിലോ പച്ചരിയുമാണുള്ളത്. ഈ താലൂക്കിൽ ഈ പ്രാവശ്യം മട്ടരി ഇല്ല. ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ പുഴുങ്ങലരിയാണ് ലഭിക്കുന്നത്. ആശാ വർക്കറുമായിട്ട് ബന്ധപ്പെടുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.